നമസ്കാരം. അമേരിക്കയുടെ ആക്രമണം തുടങ്ങി. നൈജീരിയയെ തകർക്കാൻ വേണ്ടി ട്രംപ് ഉന്നം വയ്ക്കുന്നു. നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഭീകര സംഘടനകളുടെ അതിക്രമങ്ങളാണ്. അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ആ ISISനെതിരെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്താൻ അമേരിക്ക നിർബന്ധിതമാകും. നൈജീരിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അറിയാലോ, ക്രിസ്മസ് ദിനമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഡിസംബർ 25-നാണ് നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. എന്തുകൊണ്ട്? നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ്. ആ അതിക്രമങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഭീകര സംഘടനകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുവാൻ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഒരു ഉത്തരവുണ്ടാകുന്നു. ഡെഡ്ലി സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു നീക്കമുണ്ടാകുന്നു. ആ നീക്കത്തിലാണ് ഇത്രയും വലിയ ഒരു ആക്രമണം നൈജീരിയയിൽ ഉണ്ടാക്കുന്നത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു. ആ കൊല ചെയ്യപ്പെടുന്നത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നൈജീരിയൻ സർക്കാർ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. ഭീകരർക്ക് അപ്പോൾ ഇതിന് കനത്ത വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടതല്ലേ എന്നുള്ള ചിന്ത ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്, ഭീകരർക്ക് ഇതിന് കനത്ത വില നൽകേണ്ടി വരും. അതിനെതിരെയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നൈജീരിയയിൽ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തോടെയും അനുമതിയോടും കൂടി തന്നെയാണ് അമേരിക്ക ഈ ആഫ്രിക്ക കമാൻഡ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആക്രമണത്തിൽ നിരവധി ISIS ഭീകരർ അടക്കം കൊല്ലപ്പെട്ടതായിട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ മേഖലയിലൊക്കെ സമാധാനം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അമേരിക്ക വീണ്ടും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കെതിരെ വംശഹത്യയുടെ തോതിലുള്ള ആക്രമണങ്ങൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, ഏതൊക്കെ മേഖലകളിലാണ് ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത പലതരത്തിലുള്ള ആക്രമണങ്ങൾ കരോൾ സംഘങ്ങൾക്കടക്കം ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉളവാക്കുന്നതാണ്. ഇന്ത്യയിലടക്കം അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വംശഹത്യയുടെ തോതിലുള്ള ആക്രമണങ്ങൾ അത് ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഈ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച സിറിയയിലും ഇതേപോലെ തന്നെ ISIS കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വായുസേന ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിരുന്നു. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന പേരിൽ നടന്ന ആ ദൗത്യം സിറിയയിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുമ്പോഴും അതും ഇത്തരത്തിൽ തന്നെയാണ്. ജാതീയമായിട്ടുള്ള വംശീയമായിട്ടുള്ള വംശഹത്യ ഉൾപ്പെടെയുള്ളവ നടത്തപ്പെടുന്ന ISIS ഭീകര സംഘടനകൾക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണത്. നമുക്കറിയാമല്ലോ, ഈ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുവാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണങ്ങളെ ആ തരത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നൈജീരിയയിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും കർഷകർക്കും നാടോടികളായിട്ടുള്ള ഗോത്രവർഗക്കാർക്കും ഇടയിലും നിലനിൽക്കുന്ന സംഘർഷങ്ങൾ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന നിരപരാധികളാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു പോകുന്നത്. പ്രധാനമായിട്ടും ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും വിഭവങ്ങളുടെ ദൗർലഭ്യവുമാണ് ഈ തരത്തിലുള്ള സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണമെങ്കിലും ഇതിന് മതപരവും വർഗീയവുമായിട്ടുള്ള നിറമുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നൈജീരിയയിൽ നടക്കുന്ന മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായുള്ള നിറസാന്നിധ്യമാവുകയാണ് പലപ്പോഴും അമേരിക്ക നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ISIS പോലുള്ള ഭീകര സംഘടനകൾ എന്ന് പറയപ്പെടുന്നത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ഇപ്പം വടക്കൻ നൈജീരിയയിൽ ബോക്കോ ഹറാം, ISIS തുടങ്ങിയ ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ ഈ ജനജീവിതത്തെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് ഈ നാടോടികളായിട്ടുള്ള ഫുലാനി എന്ന് പറയപ്പെടുന്ന കന്നുകാലി വളർത്തുക, ഒപ്പം തന്നെ സ്ഥിരതാമസക്കാരായിട്ടുള്ള കർഷകർ,
ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ വല്ലാത്ത ദയനീയമായിട്ടുള്ള ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന കാഴ്ചകളാണ് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം മേച്ചിൽപ്പുറങ്ങൾ കുറഞ്ഞതോടുകൂടി കന്നുകാലികളുമായിട്ട് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് വലിയ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ അവിടെ വഴിയൊരുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും നൈജീരിയയിലെ ഈ വംശഹത്യക്ക് സമാനമായിട്ടുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ വേണമെന്നുമുള്ള ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഉയരപ്പെടുമ്പോൾ അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആഗോളതലത്തിൽ നൈജീരിയയിൽ മാത്രമല്ല, ഇത്തരത്തിൽ എവിടെയാണോ വംശഹത്യ നടത്തപ്പെടുന്നത്, മതത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞ് വർഗീയത കുത്തിവെക്കപ്പെടുന്നത്, അങ്ങനെ വലിയ ഒരു സാംസ്കാരികമായിട്ടുള്ള അപച്യുതി ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള ഇടങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ISS പോലുള്ള ഭീകര സംഘടനകളെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കേണ്ടതുണ്ട്. കാരണം ലോകത്ത് എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ പല പേരുകളിൽ പല നാമധാരികളായി എത്തപ്പെടുന്നുണ്ട്. അവരെ തച്ച് തകർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ലോകം എത്തേണ്ടതിന്റെ ആവശ്യകതയും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം, ക്രിസ്മസ് ദിനത്തിലടക്കം ക്രിസ്ത്യാനികളെ വഴിയിലിട്ട് തല്ലുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മുടെ ലോകം കാണേണ്ടി വന്നത്. സാംസ്കാരികപരമായും ഒപ്പം തന്നെ സാക്ഷരതാപരമായിട്ടുമൊക്കെ ഉയർന്നു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലടക്കം അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് വർഗീയതയ്ക്ക് ഒരു പുതിയ മുഖം നൽകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സമൂഹത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവർക്ക് ഇനിയും തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിന് മാത്രമായിരിക്കരുത്. മറ്റുള്ള മേഖലകളിലും ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഇടപെടലുകൾ, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇനിയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നൈജീരിയയിൽ ഇനിയും ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നതും അത്തരത്തിലുള്ള ആക്രമണ സാധ്യതകൾ വളരെ വലുതായി ഉണ്ടാകുന്നതും. ആ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഒരു വലിയ, ഞാൻ ഇടയ്ക്ക് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ, ഒരു ദുസ്സൂചനയാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവർക്ക് തിരിച്ചടി നൽകുന്നു, ISSന്റെ ഭീകരാക്രമണത്തെ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ ഈ സൂചനകൾ എന്ന് പറയപ്പെടുന്നത് ഭീകരരെ വധിച്ചുകൊള്ളൂ, ഭീകരരെ തകർത്തുകൊള്ളൂ, അത് വിഷയമല്ല. കാരണം അത്തരത്തിലുള്ള ഭീകരവാദങ്ങളും ഭീകരാക്രമണങ്ങളും ഒരു രാജ്യത്തും നല്ലതല്ല. പക്ഷേ സാധാരണക്കാരിലേക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്കുമുള്ള ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം ഒരിക്കലും ഒന്നിന്റെയും അവസാനവുമാകുന്നില്ല. പലപ്പോഴും പല യുദ്ധങ്ങളും, ഹമാസിന്റെ യുദ്ധങ്ങളും ഗാസയിലെ യുദ്ധങ്ങളും യുക്രൈനിലെ യുദ്ധങ്ങളും, എന്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ പോലും പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു യുദ്ധത്തെ നേരിടുവാനുള്ള കരുത്തോ കെൽപ്പോ അല്ലെങ്കിൽ മനസ്സോ ഇവിടുത്തെ ലോകത്തെ ആഗോളതലത്തിലെ മനുഷ്യർക്കില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ ഈ രാഷ്ട്രതന്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തെ നയിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. അല്ലാതെ ട്രംപിന്റെയും പുടിന്റെയും പരസ്പരമുള്ള വൈരാഗ്യം തീർക്കുന്ന ഇടങ്ങളായി ഈ യുദ്ധം അവസാനിക്കരുത്. അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ഇടമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.